ഡോക്ടർ പി ജെ വിൻസെന്റ്, ഇറാനും ഇസ്രയേലും രണ്ട് തുല്യ ശക്തികളാണ്. ഇപ്പോൾ സൈനിക ശേഷിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 15-16 എന്ന നിലയ്ക്കൊക്കെ വിലയിരുത്തപ്പെടുന്നവരാണ്. പക്ഷേ ലോക സാമ്പത്തിക മേഖലയെ, ലോകക്രമത്തെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന, വലിയ തോതിൽ സഖ്യകക്ഷികളുള്ള രണ്ടു രാജ്യങ്ങൾ അവർ മുഖാമുഖം നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു തുറന്ന യുദ്ധം എന്ന നിലയ്ക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല എന്നൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു സംഘർഷം തുടങ്ങി വെച്ചാൽ അത് അവസാനിപ്പിക്കുന്ന നില അടുത്ത കാലത്ത് കാണാത്ത രീതിയിലുള്ള രാഷ്ട്രീയ ശരികളുള്ള രാജ്യങ്ങളാണ്. അത് ലോകത്തിന്റെ സാമ്പത്തിക ക്രമത്തെ എങ്ങനെ ബാധിക്കുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ലോകത്തിന്റെ നിലവിലുള്ള സാമ്പത്തിക ക്രമത്തെ അത് തകിടം മറിക്കാനാണ് സാധ്യത. ട്രംപിന്റെ പകരച്ചുങ്കം തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. അതിന്റെ തുടർച്ചയായിട്ട് ഗൾഫ് മേഖല അസ്ഥിരമാകുന്നതോടുകൂടി എണ്ണ നീക്കം തടസ്സപ്പെടും. അതുപോലെ ആഗോള തലത്തിലുള്ള കപ്പൽ മുഖേനയുള്ള ചരക്ക് നീക്കത്തെയും അത് സാരമായി ബാധിക്കും. ഇത് രണ്ടും സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര സമ്പദ്ഘടനയെ നിർണായകമായി സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. യുദ്ധത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇറാൻ ആ മേഖലയിലെ ഒരു റീജിയണൽ സൂപ്പർ പവർ എന്ന് വിളിക്കാവുന്ന രാജ്യമാണ്. പശ്ചിമേഷ്യ എടുക്കുകയാണെങ്കിൽ ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ സൈന്യമുള്ളത് ഇറാനാണ്. അവർക്ക് 6 ലക്ഷത്തോളം സൈനികരുണ്ട്. ശക്തമായ ഒരു സൈബർ വാർഫെയർ വിങ് ഉണ്ട്. അവരുടെ മിസൈൽ സംവിധാനം 2000 കിലോമീറ്റർ വരെ ആക്രമിക്കാൻ ശേഷിയുള്ള പലവിധ മിസൈലുകളുണ്ട്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യയുണ്ട്. ഇങ്ങനെ ശക്തമായ ഒരു രാജ്യമാണ്. പക്ഷേ ഇസ്രായേലിന്റെ സൈനിക ശേഷിക്ക് മുന്നിൽ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇറാനേക്കാൾ എത്രയോ ആധുനികമായ സൈനിക ശേഷിയുള്ള രാജ്യമാണ്. അപ്പോൾ മേഖലയിലെ ഒരു മിലിറ്ററി സൂപ്പർ പവർ എന്ന് നമുക്ക് ഇസ്രായേലിനെ വിളിക്കാം. ഇറാൻ ആകട്ടെ ആ മേഖലയിലെ ഒരു മേജർ പവർ എന്ന നിലയിലും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഈ സൈനിക ശക്തിയുടെ കാര്യത്തിൽ തുല്യം നിൽക്കുന്ന രണ്ട് ശക്തികൾ, അങ്ങ് പറഞ്ഞതുപോലെ പിടിച്ചു നിൽക്കാനൊക്കെ കഴിഞ്ഞില്ല എങ്കിൽ പോലും പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ എന്ന് പറയുന്നത് ഏറെ വില കൊടുത്തുകൊണ്ട് കൂടി തന്നെയാകും. കടുത്ത അഭിമാനബോധമുള്ള രണ്ട് രാഷ്ട്രീയ പ്രവിശ്യകൾ കൂടിയാണ്. ആ നിലയ്ക്ക് ഒരു നീണ്ടു നിൽക്കുന്ന സംഘർഷം എന്ന നിലയ്ക്ക് തന്നെ കാണേണ്ടി വരുമോ? തീർച്ചയായിട്ടും ഈ സംഘർഷം നീണ്ടു നിൽക്കാനാണ് സാധ്യത. ഇപ്പോൾ ഇറാനിലെ ഇസ്രായേലിന്റെ അക്രമം ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം അതിനകത്ത് നിന്നും അവർക്ക് പുറത്തു വരണമെങ്കിൽ ഒരുപക്ഷെ ദശാബ്ദങ്ങൾ എടുക്കും. അത്രയും വലിയ നാശനഷ്ടം അവരുടെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിന് ഉണ്ടാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. അതേസമയം തിരിച്ച് ടെലവീവ്, ജെറുസലേം, അവരുടെ തുറമുഖ നഗരമായ ഹൈഫ തുടങ്ങിയ നഗരങ്ങളെ ഒക്കെ ലക്ഷ്യം വെക്കുവാനും കൃത്യമായി ആക്രമിക്കുവാനും ഇറാന് കഴിയുന്നുണ്ട്. അത് ഇസ്രായേലിന് 4 ലെയറിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണുള്ളത്. അവർക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട്, പാഡ്, അതുപോലെ അയൺ ഡോം ഉണ്ട്, ആരോ 1, ആരോ 2 തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം അതിലംഘിച്ചുകൊണ്ടാണ് ടെല്ലവീവിൽ ഇറാന്റെ മിസൈലുകൾ പതിക്കുന്നു. അമേരിക്കൻ എംബസിക്ക് പോലും കേടുപാടുകൾ സംഭവിക്കുന്നു. ഇതിനകം 11 ആളുകൾ മരണപ്പെട്ടു, 300-ലധികം ആളുകൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഈ യുദ്ധം ഗസയിൽ ബോംബിടുന്നത് പോലെ ഒരു അനുഭവം ആയിരിക്കില്ല ഇസ്രായേലിന് സമ്മാനിക്കുക. മറിച്ച് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കാനുള്ള ശേഷി, മിസൈൽ പ്രഹരത്തിലൂടെ ആക്രമിക്കാനുള്ള ശേഷി ഇപ്പോഴും ഇറാനുണ്ട്. അതാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തുടരാനുള്ള ശേഷിയും അവർക്കുണ്ട്. രണ്ടാമത്തെ കാര്യം, ആ മേഖലയിൽ അതിശക്തമായ പ്രോക്സികൾ ഇറാനുണ്ട്. അതിന്റെയെല്ലാം സ്ട്രൈക്കിംഗ് പവർ, പ്രഹരശേഷി നിർണായകമായി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹിസ്ബുള്ള എടുത്താലും ഹൂത്തികൾ എടുത്താലും അവരുടെ പ്രഹരശേഷി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവർക്ക് ശക്തമായ ആക്രമണം നടത്താൻ സാധിക്കും. ഇനി തുടർന്ന് അങ്ങോട്ട് ഇറാൻ അതിന്റെ പ്രോക്സികളായ ഒരു പരിധിവരെ ഹിസ്ബുള്ള ഉപയോഗിച്ചും ഹൂത്തികളെ ഉപയോഗിച്ചും അതുപോലെ ഇറാഖ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാഹ്ദി ആർമി, ഇവരെല്ലാം ചേർന്നിട്ടുള്ള റെസിസ്റ്റന്റ് ഫ്രണ്ട്, ഇങ്ങനെയുള്ള നിരവധി ഷിയ മിലീഷ്യകൾ ഈ മേഖലയിലുണ്ട്. അവരെ ഉപയോഗിച്ച് നിരന്തരമായിട്ടുള്ള ആക്രമണം ഇസ്രായേൽ അവർ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കും. അതോടൊപ്പം പുതിയൊരു മാറ്റം ഇപ്പോൾ കാണുന്നത് ഈ സംഘർഷത്തിലേക്ക് പാകിസ്ഥാൻ എടുത്തു ചാടിയിരിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ നേരിട്ട് യുദ്ധത്തിൽ ഇടപെടുമെന്ന് അറിയില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇറാനെ ഇസ്രായേൽ അണുബോംബ് കൊണ്ട് ആക്രമിച്ചാൽ
ഞങ്ങൾ ഇസ്രായേലിനെതിരെ അണുബോംബ് പ്രയോഗിക്കും എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം അതിനുള്ള സാധ്യതയൊക്കെ തുലവും വിരളമാണ്. എങ്കിലും ഇസ്ലാമിക ലോകത്തെ ചാമ്പ്യനായി സ്വയം അവതരിപ്പിക്കാനുള്ള ഒരു അവസരം എന്ന നിലയ്ക്ക് ആ രാജ്യവും കൂടി അതിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അത് മാത്രവുമല്ല, ചില കേന്ദ്രങ്ങൾ ഇസ്ലാമാബാദുമായി ബന്ധപ്പെട്ട് തന്നെ ചില കേന്ദ്രങ്ങൾ അത്തരം വാഗ്ദാനങ്ങൾ ഇറാന്റെ ആത്മവിശ്വാസ പ്രകടനം മാത്രമാണ്, തങ്ങൾ അതിന്റെ ഭാഗമാക്കല്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ആണവ ആക്രമണ ഭീതി മുൻനിർത്തിയാണ് തങ്ങൾ ഇറാനെ ആക്രമിക്കുന്നത് എന്ന് ഇസ്രായേൽ പറയുമ്പോൾ അങ്ങോട്ട് ചെന്ന് ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഞങ്ങളെയും കൂടി ആക്രമിച്ചോളൂ എന്ന നില പാകിസ്ഥാൻ സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. പിന്നെ വിവേകം എന്നുള്ളത് നമുക്ക് തരിമ്പും ആരോപിക്കാൻ കഴിയില്ല രാജ്യത്തിന് മേൽ എന്ന നിലയ്ക്കും അതിനെ കാണേണ്ടത് തന്നെയാണ്.